ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ശർക്കര ചേർത്തൊരു മാമ്പഴ പായസമാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാമ്പഴത്തിൻ്റെ തോലെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കുക. ഇത് ഒരു 100 ഗ്രാം ചവ്വരി വേവിച്ചതാണ്. ശർക്കര ഒരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴ കഷ്ണങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മാമ്പഴത്തിന് നല്ല മധുരമുള്ളതിനാൽ ഞാനിപ്പോൾ ശർക്കരയുടെ അളവ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും പിഴിഞ്ഞെടുത്തതാണ്. 50 ഗ്രാം നെയ്യാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് കാഷ്നട്ട് ഇട്ട് വറുത്തെടുക്കാം. നട്ട്സ് എല്ലാം കോരി മാറ്റിയ ശേഷം ബാക്കി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നെയ്യിലിട്ട് വരട്ടിയെടുക്കണം. മാമ്പഴത്തിലെ ജലാംശമെല്ലാം മാറി വരുമ്പോൾ ബബിൾസ് വന്നു തുടങ്ങും. അതാണ് അതിൻ്റെ പാകം. കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം നെയ്യും മാമ്പഴം അരച്ചതെല്ലാം കൂടി നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ബബിൾസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ സമയം നോക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കൂടെ കുറച്ച് ഒരു 7-8 ഏലക്കായ് കൂടി ചേർത്ത് കൊടുക്കാം. ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തേങ്ങയുടെ 2/2 പാൽ കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പായസം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/4 പാൽ ചേർത്ത് കൊടുക്കണം. 1/4 പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പുളിപ്പും നാരുമില്ലാത്ത മാമ്പഴമാണ് നമ്മൾ പായസത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ രുചികരമായൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.